ഇങ്ങനെയാ എപ്പോഴാ? ഓ അതോ, അത് കുറച്ച് ഹംസപ്പല്ല അത്. ഇല്ലട്ടാ, അത് കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു നമ്മൾ റുട്ടീനാണല്ലോ. നമ്മൾ പല പല വിശ്വാസങ്ങളിലൂടെയാണല്ലോ ഓരോരോ ബോളും ഫേസ് ചെയ്യുന്നത്. കുറച്ച് ചേട്ടൻ അങ്ങനെ എടുക്കാൻ വേണം, ഇങ്ങനെ വേണം എടുക്കാം. അതെ. ഉറപ്പായിട്ടും ഇത്രയും വലിയ ഒരാൾ അങ്ങനത്തെ ഒരു കമന്റ് പറയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വലിയ സന്തോഷം തോന്നും. റിക്കി പോണ്ടിങ് എന്ന് പറഞ്ഞാൽ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ക്രിക്കറ്ററാണ്. അപ്പോൾ പുള്ളിയുടെ സൈഡിൽ നിന്ന് ഇത്രയും നല്ലൊരു വാക്കുകൾ ഉണ്ടാകുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അത് കുറച്ച് ഓവറായിട്ട് തോന്നി. എങ്ങനെ ഇതൊക്കെ ഇത് അവിടെ ഇവിടെ എല്ലായിടത്തും ഹോം ഗ്രൗണ്ട് എങ്ങനെ? അപ്പൊ ആ ഒരു ഫീലാണ്. അപ്പൊ ചെന്നൈയിലും ആ ലെവലിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചു. ഭയങ്കര രീതിയിലുള്ള ഒരു സപ്പോർട്ടും ബഹളമാണ് ആ സ്റ്റേഡിയത്തിൽ ഉണ്ടായത്. അപ്പോൾ വലിയ സന്തോഷമാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഒരു വലിയ ഭാഗ്യമല്ലേ. നമുക്ക് ഉറപ്പായിട്ടും പെർഫോം ചെയ്യാൻ പറ്റും, കളി ജയിപ്പിക്കാൻ പറ്റും. പക്ഷെ ഇത്രയും സപ്പോർട്ടും ഇത്രയും ആൾക്കാർ കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീല് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫീല് ചെയ്യുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ വലിയ സന്തോഷമാണ്. ട്രാൻസിഷൻ കുറെ വലിച്ചടിച്ച് നോക്കി, ഒന്നും നടന്നില്ല. അപ്പോ നമ്മൾ ഉറപ്പായിട്ടും ഒരു ഫെയിലിയർ വന്നല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ ന്യൂസിലൻഡ് സീരീസിലൊന്നും ശരിയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഭാഗ്യവശാൽ ഞാൻ ടീമിന് പുറത്തു പോയപ്പോൾ ഉറപ്പായിട്ടും വിഷമം ഉണ്ടായിരുന്നു, കുറെ സങ്കടം ഉണ്ടായിരുന്നു, കുറെ ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഇമോഷൻസ് എല്ലാം ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു 7 ദിവസം കിട്ടിയായിരുന്നു ടീമിന്റെ കൂടെ തന്നെ. അപ്പോൾ ആ ഒരു 7 ദിവസത്തിൽ നമ്മൾ വെറുതെ ഇരിക്കാതെ വർക്ക് ചെയ്യുമല്ലോ. നമ്മൾ ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പോകും, മെന്റലി വർക്ക് ചെയ്യും. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു, എന്താണ് ഞാൻ ന്യൂസിലൻഡ് സീരീസ് മോശമായിട്ട് ചെയ്തത്, അപ്പോൾ അടുത്ത അവസരം കിട്ടുകയാണെങ്കിൽ ഇനി എന്താണ് ബെറ്റർ ആയിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു റീബിൽഡിംഗ് ഫേസ് എനിക്കൊരു 7 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ എനിക്ക് സക്സസിനെ കാട്ടി കൂടുതൽ കിട്ടിയിട്ടുള്ള ഫെയിലിയേഴ്സ് ആണ്. അപ്പോൾ ഈ ഫെയിലിയേഴ്സിന് പെട്ടെന്ന് തിരിച്ചു വരാൻ ഉള്ളൊരു പാഠം ദൈവം സഹിതം എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഫെയിലിയറിന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഓക്കെ ഇനി സക്സസ് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ മനസ്സിലായി കൂടുതൽ വലിച്ചടിക്കേണ്ട ആവശ്യമില്ല, ബോൾ നോക്കി ടൈം ചെയ്യാനും പറ്റുമെന്നുള്ളൊരു ടാലന്റ് എനിക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. ഉറപ്പായിട്ടും കുറച്ചുകൂടെ ക്ലിയറായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, കുറച്ചുകൂടെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, കുറച്ചുകൂടെ എനിക്ക് എന്തൊക്കെയാണ് ഷോട്ട്സ് ഉള്ളത്, എനിക്ക് എന്തൊക്കെയാണ് ഷോട്ട്സ് ഇല്ലെന്ന്, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് 97 ആണെന്ന് തോന്നുന്നു. വെസ്റ്റ് ഇൻഡീസ് ആയിട്ടുള്ളൊരു മാച്ചാണ് എനിക്ക് ഏറ്റവും ക്രൂഷ്യലായിട്ട് തോന്നിയത്. കാരണം നമുക്ക് സിംബാബ്വെ മാച്ച് മുതൽ 4 മാച്ച് നോക്കൌട്ടാണ്. അപ്പൊ ഇന്ത്യ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വേൾഡ് കപ്പ് ജയിച്ചിട്ടില്ല എന്നുള്ളൊരു സംഭവം ഡ്രസ്സിംഗ് റൂമിലൊക്കെ ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ചേസ് ചെയ്യുമ്പോൾ ഒരിക്കലും എപ്പോഴും പ്രഷർ കൂടുതലുള്ള ഒരു സമയമാണ്. അപ്പൊ ചേസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു സൈഡിൽ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ നോക്കി പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ നോക്കുമ്പോൾ വിക്കറ്റ് വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു പ്രഷർ വീണ്ടും ബിൽഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി, കറക്റ്റായിട്ട് ലാസ്റ്റ് ഒരു വിന്നിംഗ് ഷോട്ട് വരെ കിട്ടി. അപ്പൊ അതൊക്കെ ഒരു വലിയ സന്തോഷമുള്ള ഒരു ഇന്നിംഗ്സ് ആയിരുന്നു. കരുതിയിരുന്നു വെച്ചാൽ ഞാൻ എന്തായാലും കളിക്കുന്നില്ലായിരുന്നല്ലോ. ഞാൻ ഒരു മാച്ചേ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അഭിഷേകിന് വയ്യാത്തപ്പോഴാണ് കളിച്ചത്. അപ്പോൾ ടീമിന്റെയും ലീഡേഴ്സിന്റെയും ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ അവർ മാക്സിമം പ്ലേയേഴ്സിനെ ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും നമ്മൾ പുറത്തിരിക്കുന്ന ആൾക്കാർ എല്ലാ മാച്ചും റെഡി ആയിരിക്കണമല്ലോ, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഞാൻ ഭയങ്കര പ്രതീക്ഷ ഇല്ലായിരുന്നു, പക്ഷെ ഒട്ടും ഇല്ലാന്നും അങ്ങനത്തെ ഒരു ബാലൻസിൽ അങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. Yeah, definitely. That's the conscious decision which has been brought in by our captain and coach in the dressing room. So that's the same constant message from our leaders to the group
that the team should come first and the individual milestone should come second. So that automatically got drilled into each and every one of us in the team, and that's how we started reacting in each and every game. So yes, that's a conscious decision which our leaders wanted to apply.